Good morning. Good morning, ma'am. Good morning, miss. Good morning, ma'am. Good morning. Morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്രഡിറ്റേഷൻ അല്ലേ സ്റ്റാർട്ട് ചെയ്തത്? Yes, ma'am. ഓക്കെ, ഇവിടെ വരെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് സിനോണിംസ് പറഞ്ഞില്ലായിരുന്നോ? Yes. ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷനും പറഞ്ഞായിരുന്നു അല്ലെ? അവിടെ വരെയാണോ എടുത്ത് നിർത്തിയിരിക്കുന്നത്? ഓക്കെ. ഓക്കെ, ഏതാണ് ക്രിസ്റ്റീന? ബെനിഫിറ്റ്സ് ആണോ പറയേണ്ടത്? ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ ആണോ പറയേണ്ടത്? ഓക്കെ, നോക്കി നമ്മള് ആദ്യം അക്രഡിറ്റേഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ കുറച്ച് സിനോണിംസ് അല്ലെ, പകരം അല്ലെങ്കിൽ ഒരു പര്യാദ പദങ്ങൾ എന്ന രീതിയിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിരുന്നു. ഓതറൈസേഷൻ, കമ്മീഷൻ, ഡെലിഗേഷൻ, എംപവർമെന്റ്, ലൈസൻസ്. ഇത് നാലെണ്ണവും നമ്മൾ അക്രഡിറ്റേഷന് വേണ്ടി നമുക്ക് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പര്യായ പദങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങള് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എന്തൊക്കെ ബെനിഫിറ്റ്സ് ആ പറഞ്ഞേ? നിരവധി ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ? ഏത് തരത്തിലുള്ള അക്രഡിറ്റേഷൻ സ്കീമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഒത്തിരി നിരവധി ബെനിഫിറ്റ്സ് ആണ് ആ സ്ഥാപനത്തിനും അവിടെയുള്ള ആളുകൾക്കും ഇതുവഴി കിട്ടുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞ എന്താ, ഒരു അക്രഡിറ്റേഷൻ കിട്ടുമ്പോൾ ആ സ്ഥാപനം അവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഗൗരവപരമായിട്ട് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ? അത് ഒന്നാമത്തെ കാര്യം പറയുന്നത്. രണ്ടാമത്തത്, അത് ആ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ തേർഡ് പാർട്ടീസ്, മറ്റുള്ളവർ, അതായത് പുറമേ നിന്ന് നമ്മുടെ സ്ഥാപനങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, ശരിയായ രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണോ പ്രവർത്തിക്കുന്നത്, അത് നോക്കാൻ പറ്റുന്ന അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് മറ്റ് റെഗുലേറ്ററി ബോഡീസ് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാനായിട്ടുള്ള എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സിനും അവിടെ വരുന്ന കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ പേഷ്യൻസിനും ഈ ഒരു അംഗീകാരം കിട്ടി എന്നുറപ്പുണ്ടെങ്കിൽ അതൊരു കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ അതൊരു ധൈര്യമാണ് അവർക്ക് നൽകുന്നത്. അപ്പൊ ആ ഒരു സ്ഥാപനത്തെ പറ്റി നമുക്ക് ആ ഒരു കോൺഫിഡൻസോട് കൂടി ആ സ്ഥാപനത്തിലേക്ക് പോവാനായിട്ട് പറ്റും. ദെൻ അടുത്തത് പറഞ്ഞത്, ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൂടെ ആ സ്ഥാപനത്തിന്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഈ ഒരു സ്ഥാപനവുമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ആ ഒരു ബിസിനസ് ആ ഒരു സ്ഥാപനത്തിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തത് പറഞ്ഞത്, ഇവര് കൊടുക്കുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട് അവരുടെ കസ്റ്റമേഴ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ അവിടുത്തെ സർവീസ് ഉപയോഗിക്കാൻ വരുന്ന ഉപയോക്താക്കൾക്കും ഒരു കോൺഫിഡൻസ്. കാരണം എന്താ, ഇവിടെ നല്ല രീതിയിൽ അവര് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്നുണ്ട്, ശരിയായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ആ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ഉറപ്പ് അവർക്കുള്ളത് കൊണ്ട് ആ ഒരു സ്ഥാപനത്തിലേക്ക് വരാനായിട്ട് ആ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ആ സർവീസ് ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്കും ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ധൈര്യം കൂടി ഈ ഒരു അക്രഡിറ്റേഷന്റെ ഫലമായിട്ട് ലഭ്യമാകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും പോയിന്റ്സ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷനിൽ വരുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ അത്? ഓക്കെ. അപ്പൊ കിട്ടാത്തതിന് മറ്റു ഭാഗങ്ങൾ കിട്ടാത്തതുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സിൽ കാണാം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിന്റെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മള് അക്രഡിറ്റേഷൻ ബോഡീസ് ഓഫ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലില് ഒത്തിരി അക്രഡിറ്റേഷൻ ബോഡികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പ്രധാനമായിട്ടും കുറച്ച് നമ്മളൊരു ഹിസ്റ്ററി പോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അക്രഡിറ്റേഷൻ ബോഡീസ് ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിൽ കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നോക്കിയേ, the hospital accreditation approach is a concept and practice that yield beneficial results to patients
customers, hospital personnel, the hospital and the faculty of medicine, the society and the country as a whole. ഈ ഒരു അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതൊരു സമീപനം. ഈ ഒരു സമീപനം എന്ന് പറയുന്നത് എന്ത് സമീപനമാണ്? ദ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അപ്രോച്ച്. ഹോസ്പിറ്റലിന് ഒരു അക്രഡിറ്റേഷൻ കിട്ടുക അല്ലെങ്കിൽ അംഗീകാരം ലഭ്യമാക്കുക എന്ന ഒരു സമീപനം is a concept and practice. ഇതൊരു പ്രവർത്തനം, ഒരു ആശയവും അതുപോലെ തന്നെ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു രീതിയുമാണ്. എന്താണ് ഇതുവഴി നമുക്ക് കിട്ടുക? ദാറ്റ് ഈ ബെനിഫിഷ്യൽ റിസൾട്ട് ടു പേഷ്യൻസ്, കസ്റ്റമേഴ്സ്, ഹോസ്പിറ്റൽ പേഴ്സണൽ, ദ ഹോസ്പിറ്റൽ, ദ ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ, സൊസൈറ്റി ആൻഡ് ദ കൺട്രി ആസ് എ ഹോൾ. ആ ഒരു മൊത്തത്തില്, അതായത് അവിടെ വരുന്ന പേഷ്യൻസിന്, ആ ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക കേട്ടോ. അവിടെ വരുന്ന പേഷ്യൻസിനായിക്കോട്ടെ, അവിടുത്തെ കസ്റ്റമേഴ്സ്, മറ്റു കസ്റ്റമേഴ്സിനായിക്കോട്ടെ, ഹോസ്പിറ്റലിലെ എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാർക്കായിക്കോട്ടെ, ആ ഹോസ്പിറ്റലിനായിക്കോട്ടെ, അതുപോലെ അവിടുത്തെ മെഡിസിനുമായി ബന്ധപ്പെട്ട മറ്റു ഫാക്കൽറ്റി മെമ്പേഴ്സിനായിക്കോട്ടെ, നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് മൊത്തത്തില് പ്രയോജനകരമാവുന്ന രീതിയിലുള്ള ഫലങ്ങൾ നൽകുന്ന ഒരു ആശയവും രീതിയുമാണ് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അപ്രോച്ച് അല്ലെങ്കിൽ ഈ ഒരു സമീപനം എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഹോസ്പിറ്റലിനുള്ളിലുള്ള പേഷ്യൻസിന് മാത്രമല്ല ബെനിഫിഷ്യൽ ആയിട്ട് ഒരു പ്രയോജനകരമാകുന്നത്, അത് ആ കൺട്രിക്ക് മൊത്തത്തില്, നമ്മുടെ ആ ഒരു രാജ്യത്തെ മൊത്തത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാജ്യത്തിന്, സമൂഹത്തിന്, അതുപോലെ തന്നെ അവിടുത്തെ മെഡിസിനുമായി ബന്ധപ്പെട്ട ഫാക്കൽറ്റീസിന്, അവിടുത്തെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ പേഴ്സണൽസ് എന്ന് പറയുന്ന എംപ്ലോയീസ് ആണ്, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരാണല്ലോ. അപ്പൊ അവിടുത്തെ ജീവനക്കാർക്ക്, അവിടെ വരുന്ന കസ്റ്റമേഴ്സ്, പേഷ്യൻസ് മുതലായ എല്ലാവർക്കും പ്രയോജനകരമാവുന്ന രീതിയിലുള്ളൊരു കോൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസ്, ഒരു ആശയവും ഒരു രീതിയുമാണ് ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അപ്രോച്ച് അല്ലെങ്കിൽ സമീപനം എന്ന് പറയുന്നത്. ഇത് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്ഥാപനത്തെ മാത്രം ബേസ് ചെയ്തല്ല, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കൺട്രി മുതലായ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് എല്ലാം പ്രയോജനകരമാവുന്ന രീതിയിലാണ് ഈ ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അപ്രോച്ച് അല്ലെങ്കിൽ സമീപനം നടക്കുന്നത്. ക്ലിയർ ആണോ? ദെൻ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഹിസ്റ്ററിയാണ്, കുറച്ച് ചരിത്രം. നമ്മൾ നാബ് പഠിച്ചിട്ടുണ്ട്, JCA പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ചൊരു ഹിസ്റ്ററിയാണ് ഇവിടെ പറയുന്നത്, കുറച്ച് പോയിന്റ്സ് ഉള്ളൂ കേട്ടോ. നോക്കിയേ, അതിൽ ഒന്നാമത്തത്, in 1917 the American College of Surgeons established a set of minimum standards for hospital. അതായത് മുൻപ് കാലം, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ JSC ആണെങ്കിലോ നാബ് ആണെങ്കിലും ഒരു കൂട്ടം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് അല്ലെ? ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അവർ കൊടുക്കും. ആ സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അംഗീകാരം ലഭിക്കും, അല്ലെങ്കിൽ അവർ റിജക്ട് ചെയ്യും അല്ലെ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? ആ ഒരു കൃത്യമായ ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ്, അതായത് ആദ്യകാലങ്ങളിൽ 1917 കാലഘട്ടങ്ങളിൽ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ ആണ് ആദ്യമായിട്ട് ഒരു സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ്, ആ ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ട് ഒരു മിനിമം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് വേണം. ഒരു മിനിമം സെറ്റ്, എല്ലാ ഇപ്പൊ കാണുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുമുള്ള നല്ല മാനദണ്ഡങ്ങളല്ല, വളരെ കുറച്ച് ഒരു മിനിമം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആദ്യമായിട്ട് സ്ഥാപിച്ചത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1917 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ ആയിരുന്നു. ഇനി 1951 ആയപ്പോ, in 1951 the American College of Surgeons joined with several other professional associations to form the Joint Commission on Accreditation of Hospital. ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. 1917 എന്തായിരുന്നു? അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റൽസിന് വേണ്ടി ഒരു മിനിമം സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു കൂട്ടം മിനിമം മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ഇനി 1951 ആയപ്പോൾ ഈ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസും അതിന്റെ ഇവരുടെ കൂടെ നിരവധി മറ്റു പ്രൊഫഷണൽ അസോസിയേഷൻസും ചേർന്നുകൊണ്ട് അവർ എന്ത് രൂപീകരിച്ചു? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് രൂപീകരിച്ചു. എവിടെയെങ്കിലും ഈ ഒരു പേര് കേട്ടിട്ടുണ്ടോ? നമ്മുടെ JCയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചൊന്ന് റിലേറ്റഡ് ആവാൻ പറ്റും അല്ലെ? പറ്റൂലേ? JCE പഠിച്ചതല്ലേ? പഠിച്ചിരുന്നോ? ഓർമ്മയുണ്ടോ അതൊക്കെ പഠിച്ചത്? ഓക്കെ.
അപ്പൊ നോക്കിയേ, അപ്പൊ ജോയിന്റ് കമ്മീഷൻ ഓൺ പേരിൽ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ചെറിയ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കണം. ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ ആയിരുന്നു അവർ രൂപീകരിച്ചത് കേട്ടോ. അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആയിരുന്നു രൂപീകരിച്ചത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഒന്നാമത് 1970 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആണ് ഹോസ്പിറ്റൽസിന് വേണ്ടി ആദ്യമായി ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ, അതായത് ഒരു മിനിമം ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ വേണം, അത് സ്ഥാപിച്ചത് 1917 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ ആയിരുന്നു. ഇനി 1951 ആയപ്പോ ഈ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസിന്റെ കൂടെ കുറച്ച് മറ്റ് നിരവധി പ്രൊഫഷണൽ അസോസിയേഷനുകൾ കൂടി യോജിച്ച് അല്ലെങ്കിൽ ചേർന്ന് നിന്നുകൊണ്ട് രൂപീകരിച്ച ഒന്നാണ് ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ക്ലിയർ ആണോ ഈ രണ്ട് പോയിന്റ്? ഇനി പറയണോ? ഇത് ക്ലിയർ ആണെങ്കിൽ അടുത്തത് പറയുമ്പോ മനസ്സിലാവുള്ളൂ. ക്ലിയർ ആണോ രണ്ട് പോയിന്റ്? ഇനി മിസ് പറയണോ അത്? ഓക്കെ ആണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, 30 years later, ഒരു 30 വർഷത്തിന് ശേഷം ദിസ് വോളണ്ടറി അക്രഡിറ്റിംഗ് ബോഡി, ഏത് ബോഡിയാ? ഏത് അക്രഡിറ്റിംഗ് ബോഡിയാണ്? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ആ ഒരു അക്രഡിറ്റിംഗ് ബോഡി ചേഞ്ച് ഇറ്റ്സ് നെയിം ടു ദ ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ to more accurately reflect the scope of health service evaluation. ഇവിടെ പേരിൽ എന്ത് വ്യത്യാസം വന്നിരിക്കുന്നത്? അത് രണ്ടും നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്ന് പേരിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാവും. അവര് രണ്ട് പേര് ചേഞ്ച് ചെയ്തു. ഒരു 30 വർഷത്തിന് ശേഷം ആ ഒരു അക്രഡിറ്റിംഗ് ബോഡി അവരുടെ പേര് ചേഞ്ച് ചെയ്തു. എന്താക്കി? ജോയിന്റ് കമ്മീഷൻ ഓൺ, ആദ്യം എന്തായിരുന്നു? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് എന്നായിരുന്നു. ഇനി രണ്ടാമത് ഒരു 30 വർഷത്തിന് ശേഷം അവർ ആ ഒരു ബോഡിയുടെ അക്രഡിറ്റേഷൻ ബോഡിയുടെ പേര് ചേഞ്ച് ചെയ്ത് എന്താക്കി? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാക്കി അല്ലെ. ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റൽ മാത്രമാണ് ഉൾപ്പെടുള്ളൂ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ മാത്രമല്ല അല്ലെ, നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥാപനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്ന രീതിയിൽ അവരവരുടെ പേര് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പൊ അവർ ചേഞ്ച് ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ടു മോർ ആക്യുറേറ്റ്ലി റിഫ്ലക്ട് ദി സ്കോപ്പ് ഓഫ് ഹെൽത്ത് സർവീസ് ഇവാലുവേഷൻ. ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ അക്രഡിറ്റിംഗ് ബോഡി നൽകുന്ന ഹെൽത്ത് സർവീസുമായി ബന്ധപ്പെട്ട ആരോഗ്യ സേവനങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു മൂല്യനിർണ്ണയം, അതിന്റെ വ്യാപ്തി കുറച്ചും കൂടി പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ, കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ, അതായത് ഇതിൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു പേരിട്ടാൽ മാത്രമേ ഈ പറയുന്ന ഹെൽത്ത് സർവീസുകളൊക്കെ നമ്മൾ മൂല്യനിർണ്ണയം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ അല്ലെ. ഹോസ്പിറ്റൽ എന്ന് മാത്രം പേരാണ്, അതിൽ ഹോസ്പിറ്റൽ എന്നാണ് കിടക്കുന്നതെങ്കിൽ ഹോസ്പിറ്റലിൽ മാത്രമല്ലേ അവര് മൂല്യനിർണ്ണയം നടത്തുന്നുള്ളൂ എന്നല്ലേ നമുക്ക് ആ പേരിൽ നിന്ന് മനസ്സിലാവുന്നേ അല്ലെ. അതേസമയം ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് എന്നാവുമ്പോ അതിന് കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഇവര് നല്ല രീതിയിലുള്ള മൂല്യനിർണ്ണയം നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു വ്യാപ്തി കുറച്ചും കൂടി നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ പേര് എന്ത് ചെയ്തത്? ചേഞ്ച് ചെയ്തത്. അപ്പൊ ആദ്യം എന്ത് പേരായിരുന്നു? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നായിരുന്നു. അതൊരു 30 വർഷത്തിന് ശേഷം അവർ ഈ ഒരു അക്രഡിറ്റിംഗ് ബോഡിയുടെ നെയിം എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. എന്താക്കി മാറ്റി? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാക്കി മാറ്റുകയുണ്ടായി. ക്ലിയർ ആണോ? ഇത് നമ്മുടെ JCA ചരിത്രമാണ് കേട്ടോ. JCA എങ്ങനെയാണ് ആ ഒരു പേരിലേക്ക് വന്നത് എന്നുള്ളൊരു ചരിത്രമാണ് ഇത്രയും നേരം പറഞ്ഞത്. ഈ 3 പോയിന്റ്സും ഒക്കെയാണോ? JCA ഹിസ്റ്ററിയാണ്. അപ്പൊ നമ്മൾ ഹിസ്റ്ററി കുറച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പൊ JCAയുമായി ബന്ധപ്പെട്ട ഒരു ഹിസ്റ്ററിയാണ്, എങ്ങനെയാണ് അത് അതിലേക്ക് വന്നത്, ആ പേരിലേക്ക് വന്നതിന്റെ ആ ഒരു റീസൺ ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഷോർട്ട് ആക്കി JCA എന്നാ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? അത് 3 അടുത്തത് പറയട്ടെ മിസ്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ NABുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. NAB accreditation system was established in 2006 as a constituent of Quality Council of India. QCA. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് NABുമായി ബന്ധപ്പെട്ട് പറയുന്നത്.
നമ്മുടെ QCA ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അന്നേരം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. ദ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ QCAയുടെ കീഴില് ഒരു ഘടക ബോർഡായിട്ട് 2006 നമ്മുടെ NAB എന്ന് പറയുന്ന അക്രഡിറ്റേഷൻ സംവിധാനം നിലവിൽ വരുന്നത്. The first edition of standards was released in 2006 and after that the standard has been revised every 3 years. Currently the 5th edition of NAB standards released in April April 2020 is in use. അതായത് ഇവിടെ ഈ 2006 NABന്റെ അക്രഡിറ്റേഷൻ സംവിധാനം നിലവിൽ വരുന്നു. അതിന്റെ ആദ്യത്തെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളുടെ ആദ്യത്തെ എഡിഷൻ അല്ലെങ്കിൽ ആദ്യത്തെ പതിപ്പ് റിലീസ് ആവുന്നതും 2006 തന്നെയാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സ്റ്റാൻഡേർഡ്സ് റിലീസ്ഡ് എന്താ അതിനുശേഷം ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓരോ 3 വർഷം കൂടും നമ്മൾ എന്ത് ചെയ്യും, പരിഷ്കരിക്കും അല്ലെങ്കിൽ ഭേദഗതികൾ വരുത്തും. അത് ഓരോ 3 വർഷം കൂടുമ്പോഴാണ്. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് 4 വർഷം ആയിരിക്കും അല്ലെ, ആണോ? അതിലൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ? പഠിച്ചിരിക്കുന്നത് 4 വർഷം എന്നല്ലേ, ആണോ? മറന്നുപോയോ? ഡിപ്ലോമ ഒക്കെ പഠിച്ചത് 4 വർഷം എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത് അതിലാണ്. പിന്നെ അതുപോലെ ആ ഡേറ്റില് ഓഗസ്റ്റ് ഏപ്രിൽ 2020 ആണ് കേട്ടോ. അതില് 4 വർഷം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഈ സ്റ്റാൻഡേർഡ്സ് പരിഷ്കരിക്കുന്നത് അല്ലെങ്കിൽ ഭേദഗതികൾ വരുത്തുന്നത് ഓരോ 3 വർഷം കൂടുമ്പോഴാണ്. അത് പക്ഷെ പ്രാബല്യത്തിൽ വരുന്നത് 4ാമത്തെ വർഷമായിരിക്കും. മനസ്സിലായോ? അപ്പൊ 3ാമത്തെ വർഷത്തില് അത് എന്ത് ചെയ്യും, അവര് ഭേദഗതി ചെയ്യും. അത് എന്ത് ചെയ്യുന്നത്, പ്രാബല്യത്തിൽ വരുന്നത് അടുത്ത വർഷം 4ാമത്തെ വർഷമാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നാബിന്റെ സർട്ടിഫിക്കേഷന്റെ വാലിഡിറ്റിയും 4 വർഷമാണ്. ആ 4 വർഷത്തിന് ശേഷമായിരിക്കും ആ 4 വർഷം വരെ വാലിഡിറ്റി ഉണ്ടാവും. ആ 4ാമത്തെ വർഷം നമ്മുടെ ആ സ്റ്റാൻഡേർഡ്സിൽ പരിഷ്കരണങ്ങളും ഭേദഗതികളും നടത്തും. അതിനുശേഷം അവര് റീ അക്രഡിറ്റേഷൻ നൽകിയിട്ടാണ് പുതുക്കി നൽകുന്നത്. അപ്പൊ ആ ഒരു 4 വർഷത്തെ വാലിഡിറ്റി അതുകൊണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ 3ാമത്തെ വർഷം അവര് പരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ ഭേദഗതികൾ വരുത്തും. 4ാമത്തെ വർഷമാണത് പ്രാബല്യത്തിൽ വരിക. അതുകൊണ്ടാണ് അവിടെ ആ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് കേട്ടോ. ദെൻ അതിന്റെ 5th എഡിഷൻ നിലവിൽ ഇപ്പൊ 5th എഡിഷൻ ആണോ? ഈ ഒരു ബുക്ക് തയ്യാറാക്കിയപ്പോ 5th എഡിഷൻ ആയിരുന്നു. നിലവിൽ ഇപ്പൊ 5th എഡിഷൻ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, 6th എഡിഷൻ ആണ് കേട്ടോ. നിലവിൽ നമ്മുടെ 6th എഡിഷൻ ആണ്. ഇതിൽ ആ ബുക്കിൽ തയ്യാറാക്കിയ സമയത്ത് 5th എഡിഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ 5th എഡിഷൻ നിലവിൽ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് യൂസ് ചെയ്യുന്നത് 6th എഡിഷൻ ആണ് കേട്ടോ. അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ നാബുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. 2006 2006 ചോദിക്കാനുള്ളതാണ് കേട്ടോ. ഏത് വർഷമാണ് നാബ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? അത് എന്തിന്റെ ഘടക ബോർഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ QCAയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡായിട്ട് അല്ലെങ്കിൽ ഘടക ബോർഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ QCAയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. QCAയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. നാബിന്റെ ഏത് വർഷമാണ് നാബ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എന്താണ് എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ എഡിഷൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് എഡിഷൻ പബ്ലിഷ് ചെയ്യപ്പെട്ടത് 2006 തന്നെയാണ്. ഓരോ 3 വർഷം തോറും അതിന്റെ എന്ത് ചെയ്യുന്നു, ആ പോളിസികള് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ്സ് റിവൈസ് ചെയ്യും അല്ലെങ്കിൽ പരിഷ്കരണങ്ങൾ നടത്തി ഭേദഗതികൾ വരുത്താറുണ്ട്. ഇത്രയും കാര്യങ്ങളും ഒന്ന് വേഗം വായിച്ചു നോക്കി. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ജസ്റ്റ് ഒരു ഹിസ്റ്ററി പോലെ പറയുന്നതാണ്. ഇത് നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. നാബ് പഠിക്കുന്നുണ്ട്, JCA പഠിക്കുന്നുണ്ട്, മറ്റ് നിരവധി ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ബോർഡുകളെ കുറിച്ചും പഠിക്കുന്നുണ്ട്, QCA പഠിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ ഈ 2 ഇയർ ഒന്ന് നോക്കി വെക്കണേ. 1970 ആരാണ് പറഞ്ഞിട്ട് കൊടുക്കാം. ആ ഇയർ കൊടുക്കാണ്ട് ആ സെന്റൻസ് അങ്ങനെ തന്നെ കൊടുക്കാം. ആ ഇയർ ചിലപ്പോൾ 2 ഇയറും തമ്മിൽ 2 ഇയറും കൊടുത്തിട്ടുണ്ടാവും. അതിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ് ഹോസ്പിറ്റലിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? അതുപോലെ തന്നെ ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് രൂപീകരിച്ച വർഷം ഏതാണ്? ആ 2 ഇയറും 1970 1951 ഒന്ന് നോക്കി വെക്കണം കേട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ.
ക്ലിയർ ആണോ? ഓക്കെ ആണോ അത്? ഓക്കെ ആണോ? ഓക്കെ. അടുത്ത പോയിന്റ് നോക്കിയേ. ഇൻ അഡീഷൻ ടു ഹോസ്പിറ്റൽ ദ ബോഡി ഇവാലുവേറ്റഡ് ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് ലൈക്ക്. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ബോർഡുകള് ഹോസ്പിറ്റൽസ് മാത്രമല്ല, ഹോസ്പിറ്റൽസിന് പുറമെ ലോങ് ടേം കെയർ ഫെസിലിറ്റി ദീർഘകാല പരിചരണങ്ങൾ കൊടുക്കുന്ന സൗകര്യങ്ങൾക്കും അവര് അംഗീകാരങ്ങൾ നൽകാറുണ്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ, പഠിച്ചതല്ലേ? ആണോ? പഠിച്ചതല്ലേ ഇതൊക്കെ? ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് അവർ അംഗീകാരം കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളല്ലേ? ഓർക്കുന്നില്ലേ അതൊന്നും? ഓക്കെ. ഇതൊക്കെ പഠിക്കുമ്പോ ഡിപ്ലോമയുടെ നോട്ടൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം കേട്ടോ. നോക്കിയേ, ഹോം ഹെൽത്ത് ഏജൻസികൾക്ക്, നമ്മുടെ ഹോം ബേസ്ഡ് ആയിട്ടുള്ള കെയർ കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകാറുണ്ട്. ഹോസ്പൈസസ് അല്ലെങ്കിൽ നമ്മുടെ പാലിയേറ്റീവ് കെയർ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ദെൻ ഫാർമസികൾക്ക് കൊടുക്കാറുണ്ട്. മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ, ഇതുപോലെ തന്നെ പരിചരണവുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസ്, മാനേജ് ചെയ്യുന്ന പല ഓർഗനൈസേഷൻസും ഉണ്ട്, അവർക്ക് കൊടുക്കാറുണ്ട്. ഹെൽത്ത് കെയർ നെറ്റ്വർക്ക്, പല ആരോഗ്യ സംരക്ഷണവും അല്ലെങ്കിൽ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട പല ശൃംഖലകൾക്കും, അതൊക്കെ ഇതുപോലെയുള്ള ലോങ് ടേം കെയർ ഫെസിലിറ്റി കൊടുക്കുന്ന മിക്ക സ്ഥാപനങ്ങൾക്കും ഹോസ്പിറ്റലിന് പുറമെ ഈ പറയുന്ന അക്രഡിറ്റേഷൻ ബോർഡുകൾ അംഗീകാരം നൽകാറുണ്ട്. ജസ്റ്റ് അത്രയും മനസ്സിലാക്കി വെച്ചാൽ ഓക്കെ. ഇനി അടുത്തതായിട്ട് ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഫോർ അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഡ്രൈവിംഗ് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല് അതിന് പ്രേരണ നൽകുന്ന അല്ലെ, അക്രഡിറ്റേഷന് പ്രേരണ നൽകുന്ന കുറച്ച് ആക്ടുകളുണ്ട്. അതാണ് നമ്മളിവിടെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ ചിലതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ചില നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കും കേട്ടോ. ജസ്റ്റ് ഓരോ പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് എന്താണെന്നല്ലെങ്കിൽ ഫസ്റ്റ് വണ്ണാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല, മറിച്ച് ഏതൊക്കെയാണ് അക്രഡിറ്റേഷനെ ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രേരണ അല്ലെങ്കിൽ അതിനു വേണ്ടി കാരണമാകുന്ന കുറച്ച് ആക്ടുകൾ ഏതൊക്കെയാണ്, ഇതിൽ ഉൾപ്പെടുന്നവ ഏതാ, ഉൾപ്പെടാത്തത് ഏതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ജസ്റ്റ് മിസ് എന്താണെങ്കിലും ഓരോന്നും നമുക്കൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി, എന്താണെന്നൊന്നും ചോദിക്കില്ല. ജസ്റ്റ് അതെന്താണെന്ന് നിങ്ങൾ സ്വയം നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ. അതിനുവേണ്ടി ഫസ്റ്റ് വണ്ണാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കേട്ടിട്ടുള്ളതല്ലേ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം. പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്താണ്? ചിലത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ചിലത് ഫെമിലിയർ ആയിരിക്കില്ല. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം? 1986 ഇത് വന്നിരിക്കുന്നത്, നിലവിൽ വന്നത്. നമ്മുടെ പ്രധാനമന്ത്രി 1986 നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയ ഒരു നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം? എന്തിനു വേണ്ടിയാണ് ഈ ഒരു നിയമം? അപ്പൊ ഇതിൽ നിന്ന് തന്നെ കിട്ടില്ലേ? കസ്റ്റമേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി. എന്തൊക്കെ രീതിയിലുള്ള സംരക്ഷണമാണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമമാണ് അല്ലെ. അതെ, കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് നിലവിൽ വന്നിരിക്കുന്ന നിയമമാണ്. അതായത് നമ്മളൊരു പ്രതിഫലം നൽകുന്നു, നമ്മൾ കുറച്ച് പണം നൽകിയാണ് ഓരോ സാധനങ്ങളായിക്കോട്ടെ സേവനങ്ങളായിക്കോട്ടെ വാങ്ങുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രതിഫലത്തിന് നമ്മൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾക്കോ സേവനങ്ങൾക്കോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നിയമത്തിലൂടെ അത് ഉറപ്പുവരുത്താൻ പറ്റും. അപ്പൊ നമുക്ക് ആ ഒരു നല്ല, അതായത് നമ്മൾ കൊടുക്കുന്ന പണത്തിന് നമുക്ക് നല്ല സാധനം അല്ലെങ്കിൽ സർവീസോ പ്രൊഡക്റ്റ് കിട്ടണം. അത് അങ്ങനെയല്ല എങ്കിൽ നമുക്ക് ഈ നിയമം വഴി അത് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു അവകാശം സംരക്ഷിക്കാനായിട്ട് ഈ നിയമത്തിലൂടെ സാധിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോ ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്താക്കൾക്ക് നമുക്ക് ഈ ഒരു നിയമത്തിന്റെ കീഴിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് ഇതിലൂടെ സംരക്ഷിക്കാനും പറ്റും. ഇവിടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഇതിനെന്താണ് ബന്ധം? അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് എന്താ ഇതിന് ബന്ധം? അതായത് നമുക്ക് തരുന്ന ഒരു ഉൽപ്പന്നമാവാം അല്ലെങ്കിൽ സേവനമാവാം, അതിന്റെ ഗുണനിലവാരമാണ് അല്ലെ. അതിന്റെ ഗുണനിലവാരം
ഉറപ്പുവരുത്തുന്നതിലൂടെ, അതുപോലെ ഇപ്പൊ അവിടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു, നല്ലൊരു സർവീസുകൾ ഇപ്പൊ നമുക്ക് നല്ല സർവീസുകൾ കിട്ടുന്നു, അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റുകൾ, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്ക് ആ ഒരു ബ്രാൻഡിനോട് അല്ലെങ്കിൽ ആ ഒരു ബിസിനസിനോട് നമുക്ക് ആ ഒരു ഉപഭോക്താവിന്റെ വിശ്വാസം നിലനിർത്താനൊക്കെ നമുക്ക് എന്തിലൂടെ, ഈ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെ നമുക്ക് അത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അത് അക്രഡിറ്റേഷനിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അക്രഡിറ്റേഷനിലൂടെ എന്ന് പറയുമ്പോൾ, അക്രഡിറ്റേഷൻ നമ്മൾ ആ ഒരു അംഗീകാരം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് ഈ പറയുന്ന കാര്യങ്ങൾ സംരക്ഷിക്കണമെന്നുണ്ട്, അല്ലെ? ഉണ്ടല്ലോ. കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരം നല്ല ക്വാളിറ്റിയില്, നല്ല രീതിയിലുള്ള, നല്ല സ്റ്റാൻഡേർഡ്സ് പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അവർ നടത്തേണ്ടത്. അങ്ങനെ നടത്തുമ്പോഴാണ് അവർക്ക് അംഗീകാരം കിട്ടുക. അപ്പൊ അതിലൂടെ നമുക്ക് എന്തുറപ്പ് വരുത്താൻ പറ്റും? ഈ കസ്റ്റമേഴ്സിന്റെ ആ ഒരു അവകാശം ഉറപ്പുവരുത്താൻ പറ്റുന്നില്ലേ? ഇതിൽ ഓൾറെഡി നമ്മുടെ അക്രഡിറ്റേഷനിലെ പേഷ്യൻസിന്റെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി, അല്ലെ? ഓരോ പേരുകളൊക്കെ പഠിച്ചില്ലായിരുന്നോ? ചാപ്റ്റേഴ്സ്, അതിൽ വരുന്ന സ്റ്റാൻഡേർഡ്സ് ഒക്കെ പഠിച്ചാലേ വരുന്നു. അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പഠിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ നമ്മൾ അതെ, കസ്റ്റമേഴ്സിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിന്റെ സംരക്ഷണം, ഇതെല്ലാം നമ്മുടെ ഇതിൽ വരുന്ന കാര്യങ്ങൾ തന്നെ. അവരുടെ റൈറ്റ്സിനുള്ള ആവശ്യകതകൾ, അവരുടെ അവകാശങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന കസ്റ്റമർ പ്രൊട്ടക്ഷൻ ആക്ടും നമുക്ക് അവിടെ ഉറപ്പുവരുത്താനായിട്ട് ഈ ഒരു അക്രഡിറ്റേഷനിലൂടെ സാധിക്കും. ക്ലിയർ ആയോ? അവിടെ വരുന്ന ഓരോ ഉപഭോക്താക്കൾക്കും നല്ല സർവീസുകൾ അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റുകൾ കൊടുക്കാനായിട്ട് അവിടുത്തെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? കസ്റ്റമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇനി പറയണോ? അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, അടുത്തതാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ആ പേരിൽ നിന്ന് തന്നെ ഒന്ന് പറയാമോ? 2010 ഇത് നിലവിൽ വരുന്നത്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്താണ്? ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുമ്പോ ഒന്നും കിട്ടുന്നില്ല അതിന്, ആ പേരിൽ നിന്ന് തന്നെ. അതായത് രാജ്യത്ത് ഒരുപാട് ക്ലിനിക്കൽ സ്ഥാപനങ്ങളിലെ, അതെ, ഹോസ്പിറ്റൽസ് പോലെയുള്ള ചികിത്സ നൽകുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇതൊക്കെ അങ്ങനെ തോന്നിയ പോലെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇങ്ങനെയുള്ള സ്ഥാപനങ്ങള് ഇല്ല, അല്ലെ? അപ്പൊ ആ സ്ഥാപനങ്ങൾ, അതായത് ഇങ്ങനെയുള്ള ക്ലിനിക്കൽ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനും സ്ഥാപനങ്ങളുടെ ആ ഒരു നിയന്ത്രണവും ഒക്കെയാണ് കൃത്യമായിട്ടും ഈ ഒരു ലോയിലൂടെ പറയുന്നത്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യത്തുള്ള ക്ലിനിക്കൽ പരമായ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ, അതിന്റെ റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങളും ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ 2010 നിലവിൽ കൊണ്ടുവന്നിരിക്കുന്ന ആക്ട് ആണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മനസ്സിലാവും, ആ ഓരോ ക്ലിനിക്കൽ സ്ഥാപനങ്ങളും ഇങ്ങനെ കൃത്യമായ രജിസ്ട്രേഷനും നിയന്ത്രണങ്ങളിലൂടെയും മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ, അല്ലെ? അല്ലാത്തവയാണെങ്കിൽ അതിനകത്ത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഒത്തിരി നമ്മുടെ രാജ്യങ്ങളിൽ ഒത്തിരി അനധികൃതമായിട്ടുള്ള കുറെ സ്ഥാപനങ്ങൾ വന്നിരുന്നു, അല്ലെ? ഇല്ലേ? ഉണ്ടാവാറില്ലേ? കുറെ അധികം രജിസ്ട്രേഷൻ ചെയ്യാത്ത കുറെ സ്ഥാപനങ്ങളൊക്കെ, അതൊക്കെ പോലീസ് വന്ന് പൂട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? പേപ്പറിലും ന്യൂസിലും ഒക്കെ കാണാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കാൻ പാടില്ല. ഇവിടെയും ഇങ്ങനെയുള്ള ചികിത്സാപരമായിട്ടുള്ള ഓരോ സ്ഥാപനങ്ങളും കൃത്യമായ രജിസ്ട്രേഷനിലും കൃത്യമായ നിയന്ത്രണങ്ങളും പാലിച്ചായിരിക്കണം കൊടുക്കുന്നത്. അപ്പൊ അതായത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങള് രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രം പോരാ, അവ നൽകുന്ന സൗകര്യങ്ങളാണെങ്കിലും അവർ നൽകുന്ന സേവനങ്ങളാണെങ്കിലൊക്കെ അപ്പൊ അവർക്ക് ഒരു കൃത്യമായ ഒരു കുറഞ്ഞ ഒരു നിലവാരം അല്ലെങ്കിൽ ഒരു മിനിമം അല്ലെങ്കിൽ ഒരു ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഈ നിയമത്തിലൂടെ പറയുന്നത്. അപ്പൊ ആ ഒരു അടിസ്ഥാനപരമായ ആ ഒരു കുറഞ്ഞ മിനിമം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിശ്ചിതമായിട്ടുള്ള ആ ഒരു നിലവാരം ഇവരെപ്പോഴും ഈ പറയുന്ന ക്ലിനിക്കൽ സ്ഥാപനം എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. ആ ഒരു നിലവാരം അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിന്റെ ആ ഒരു ലെവല് ഏറ്റവും ബേസ്ഡ് ആയിട്ടുള്ള ലെവലാണ്. അതിൽ താഴെ ഈ ഒരു സ്ഥാപനങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല? പോവാൻ പാടില്ല. ഈ മാനദണ്ഡങ്ങൾ എങ്കിലും അവർ പാലിച്ചിരിക്കണം. അത് മിനിമം സ്റ്റാൻഡേർഡ്സ് ആണ്. ആ മിനിമം ഉള്ള അത്രയും മാനദണ്ഡങ്ങളെങ്കിലും ഇവർ പാലിക്കണം. അത് ഈ നിയമത്തിൽ
കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനനുസരിച്ച് അതിന്റെ മുകളിലേക്ക് എത്ര വേണമെങ്കിലും അവർക്ക് നല്ല ക്വാളിറ്റിയോ സർവീസുകളോ കാര്യങ്ങളോ കൊടുക്കാം. ഇതിന്റെ ആ ഒരു ബേസ് ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ആ ഒരു നിലവാരം അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ്സിന് താഴേക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പോവാൻ പാടില്ല എന്ന് ഈ നിയമത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. ഈ ഒരു നിയമത്തിന്റെ സഹായത്തിൽ അല്ലെങ്കിൽ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നോക്കിയേ, എന്താണ് അതിന്റെ ബെനിഫിറ്റ്? ഈ ഒരു നിയമം അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു നിയമമല്ലേ? കാരണം അക്രഡിറ്റേഷനും സ്റ്റാൻഡേർഡ്സ് ബേസ് ചെയ്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അല്ലെ? അപ്പൊ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ ഏതൊരു സ്ഥാപനമാണെങ്കിലും അവരൊരു മിനിമം സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് പ്രകാരം തന്നെ അവർ പ്രവർത്തിക്കണം. അതിൽ താഴെ പോകാൻ പാടില്ല. മുകളിലേക്ക് എത്ര വേണമെങ്കിലും സ്റ്റാൻഡേർഡ്സ് ഉയർത്തിക്കൊണ്ടുവരാം, അല്ലെ? നല്ല ക്വാളിറ്റിയിൽ നല്ല മാനദണ്ഡങ്ങൾ പ്രകാരം നമുക്ക് ചെയ്യാം. ഈ ഒരു മിനിമം സ്റ്റാൻഡേർഡ്സിന് ഒരിക്കലും താഴേക്ക് പോകാൻ പാടില്ല. ആ ഏറ്റവും കുറഞ്ഞ ആ ഒരു സ്റ്റാൻഡേർഡ് ഓൾറെഡി നിയമത്തിന്റെ സഹായത്തോടു കൂടി തന്നെ അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഇത് വളരെ ബെനിഫിഷ്യൽ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നല്ല ആ ഒരു അക്രഡിറ്റേഷൻ ബോഡികൾക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിനൊരു നല്ലൊരു അടിസ്ഥാനം ഈ ഒരു നിയമം നൽകുന്നുണ്ട്. ക്ലിയർ ആണോ? അത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ക്ലിയർ ആണോ? റിപ്ലൈ ചെയ്തേ. മനസ്സിലായെങ്കിൽ മനസ്സിലായി, അല്ലെങ്കിൽ മിസ്സിൽ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ ആണോ? അത് മിസ് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് മിസ് കേട്ടോ. മൂന്നാമത്തത് ഇൻഷുറൻസ് കമ്പനീസ് റെഗുലേഷൻ ആക്ട്. ഇയർ ആണോ? 2010 കേട്ടോ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 2010. അടുത്തതാണ് ഇൻഷുറൻസ് കമ്പനീസ് റെഗുലേഷൻ ആക്ട്. ഇൻഷുറൻസ് കമ്പനീസ് റെഗുലേഷൻ ആക്ട് എന്തായിരിക്കും? 1999 ഇത് വന്നിരിക്കുന്നത്. എന്താണ് ഈ ഒരു ആക്ട്? ആ പേരിൽ നിന്ന് അറിയാലോ. അതെ, IRDA ആക്ട് എന്നും പറയാറുണ്ട് കേട്ടോ. മറ്റൊരു പേരാണ് IRDA ആക്ട് എന്നുള്ളത്. എന്താണ് ഇൻഷുറൻസ് കമ്പനീസ് റെഗുലേഷൻ ആക്ട്? ഇത് പഠിച്ചായിരുന്നോ? പഠിച്ചില്ലായിരുന്നോ? പഠിച്ചിട്ടില്ലേ? ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞേ. ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്, അല്ലെ? നമ്മുടെ ഇന്ത്യയിലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമമാണ്, അല്ലെ? ഇതിന് ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഉടമകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു നിയമം കൂടിയാണ് ഇൻഷുറൻസ് കമ്പനീസ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്, അല്ലെ? അതെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇതിൽ പറയുന്നത്. ആ ഒരു കമ്പനി അതിൽ പോളിസി ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പോളിസി ഉടമകളുടെ താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കാം, അതിനു വേണ്ടി കുറെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെയാണ് ഇതില് പറയുക. അപ്പൊ ഇതിന് കൃത്യമായിട്ട് എന്താണ്, എത്ര വേഗത്തിൽ ഇപ്പൊ ഒരു പരാതി കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഇതിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ക്ലെയിമുകളും കാര്യങ്ങളൊക്കെയാണ് വേഗത്തിൽ ഇത് തീർപ്പാക്കാനുള്ള കാര്യങ്ങള്. അതുപോലെ നീതിയും സുതാര്യതയൊക്കെ ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിയമം കൂടിയാണ് ഈ ഒരു ഇൻഷുറൻസ് കമ്പനീസ് റെഗുലേഷൻ ആക്ട് അല്ലെങ്കിൽ IRDA ആക്ട് 1999 എന്ന് പറയുന്ന ആക്ട്. ഈ പറയുന്ന ആക്ട് വഴിയും നമ്മൾ അവിടെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരുന്നത്. ഇത് ഹെൽത്ത് കെയർ സെക്ടറുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഈ ഒരു നിയമത്തിന് ഇവിടെ പ്രാബല്യം ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ ഒരു നിർണായക ഘടകമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു നിയമം കൂടി ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് അവിടെ കൊടുക്കണം. പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കണമെങ്കിൽ ഇതുപോലെ അംഗീകൃതമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് സാധിക്കുക. ഈ പറയുന്ന റെഗുലേഷൻസും ഒക്കെ നമുക്ക് ആ ഒരു പോളിസി ഹോൾഡേഴ്സിലും അവരുടെ ആ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന അക്രഡിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല അംഗീകാരം ലഭിച്ച സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ലഭിക്കുക. ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് എംപാനൽമെന്റ് ബൈ CGHS, ECHS, കോർപ്പറേറ്റ് എക്സെട്ര. എന്തായിരിക്കും CGHS, HCHS എന്നൊക്കെ ECHS എന്നൊക്കെ പറയുന്നത്? കേട്ടിട്ടുണ്ടോ? അതിന്റെ എക്സ്പാൻഡ് ഫോം ഒന്ന് എഴുതി വെച്ചേ. CGHS എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. 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 Then ECHS. എന്താണ് ECHS? Ex serviceman
ex-servicemen contributory health scheme. Ex-servicemen contributory health scheme. Ex-servicemen contributory health scheme. Ex-servicemen contributory health scheme. ക്ലിയർ ആണോ? രണ്ടെണ്ണം എഴുതിയോ? CGHS ECHS എഴുതിയോ? ഓക്കെ, അപ്പൊ ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കാം എംപാനൽമെന്റ് ബൈ CGHS, ECHS, കോർപ്പറേറ്റ് എക്സെട്ര. അതായത് ഇപ്പൊ CGHSന് വേണ്ടി, അതെ ECHSന് വേണ്ടി, കോർപ്പറേറ്റ് ബോഡികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ മുതലായ ഈ പറയുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ അംഗീകാരത്തിനായിട്ട് നമ്മൾ അപേക്ഷിക്കുന്നതിനെയാണ് എംപാനൽമെന്റ് എന്ന് പറയുന്നത്. അതായത് CGHS എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ ആരെയാണ് ഫോക്കസ് ചെയ്യുക? ആരെയായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം അല്ലെ? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ആണ്. സെൻട്രൽ ഗവൺമെന്റ് ആയുള്ള എംപ്ലോയീസ്, അതായത് റിട്ടയർഡ് ആയിട്ടുള്ള സിവിലിയൻസ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആവാം, അല്ലെങ്കിൽ അതുപോലെ പെൻഷനേഴ്സ് ആവാം, ആൻഡ് അവരുടെ ഡിപ്പെൻഡൻസ്, അവരെ ബാധിക്കുന്നത് ഡിപ്പെൻഡൻസ് പറഞ്ഞാൽ ഇപ്പൊ അവരുടെ കുടുംബാംഗങ്ങൾ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസിനെ മായി ബന്ധപ്പെട്ട ഹെൽത്ത് സ്കീമാണ് CGHS എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാർക്ക് അവരുടേതായ ഹെൽത്ത് സ്കീം കാര്യങ്ങൾ ഉണ്ടാവും. അവർക്ക് കുറെ പർട്ടിക്കുലർ ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അല്ലെ? അവർക്ക് അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ അതിനനുസരിച്ചുള്ള സ്കീമിനനുസരിച്ച് ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടാവും അല്ലെ? ഒരുപാട് സർവീസുകൾ അതുവഴി കിട്ടുന്നില്ലേ അവർക്ക്? ESC ഉണ്ടാവും ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള അങ്ങനെയുള്ള എംപ്ലോയീസും അവരുടെ ഡിപ്പെൻഡൻസുമായി ബന്ധപ്പെട്ട ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പർട്ടിക്കുലർ സ്ഥാപനങ്ങൾ അവർ ഫിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടാവും. എല്ലാ സ്ഥാപനത്തിലും ഈ ഒരു സർവീസ് കിട്ടില്ല. ചില സ്ഥാപനങ്ങള് അവർ പ്രത്യേകമായിട്ട് ഈ പറയുന്ന CGHSൽ ഉൾപ്പെടുത്തിയ കുറെ സ്ഥാപനങ്ങൾ ഉണ്ടാവും. അവരിൽ ആ സ്ഥാപനങ്ങളിലൂടെയാണ് ഇവർക്ക് ഈ പറയുന്ന സർവീസുകൾ കിട്ടുന്നത്. ഇനി ECHS എന്ന് പറയുമ്പോൾ എന്താ? ex-servicemen contributory health scheme ആണ്. എന്ന് വെച്ചാൽ എന്തായിരിക്കും? ex-servicemen എന്ന് പറയുമ്പോൾ ഏതിൽ നിന്നൊക്കെ വന്ന റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും? സ്പെസിഫിക്കലി ഏതിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ള സോൾജിയേഴ്സ്, നമ്മുടെ ആർമിയിൽ നിന്ന്, നേവിയിൽ നിന്ന്, എയർഫോഴ്സിൽ നിന്ന്, അവരുടെ എന്താണ് ഡിപ്പെൻഡൻസ് ആരാണോ അവർക്കും ഈ ഒരു സ്കീമില് അംഗങ്ങളായിരിക്കും. അപ്പൊ ഇതൊക്കെ അതാണ് ex-servicemen contributory health scheme എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ECHSലേക്കും ഇതുപോലെ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും അത് കിട്ടും ഇല്ല. പർട്ടിക്കുലർ ഹോസ്പിറ്റലുകൾ ഫിക്സഡ് ആക്കിയ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റിനനുസരിച്ചാണ് ഈ പറയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ഏത് സ്ഥാപനമാണോ ഈ ECHSൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവർക്ക് റിട്ടയർഡ് ആയിട്ടുള്ള ആർമി ഓഫീസേഴ്സോ അല്ലെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസിനോ ഹോസ്പിറ്റലിൽ സമീപിച്ചാല് ഇവർക്ക് ഇതിൽ പറയുന്ന എല്ലാ സ്കീമുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ലഭ്യമാകും. അപ്പൊ അത് ഒരു ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റലാണ്. എല്ലാ ഹോസ്പിറ്റലുകളും ഇതിൽ ഉൾപ്പെടുത്താറില്ല. ഇങ്ങനെ CGHSലേക്കോ അല്ലെങ്കിൽ ECHSലേക്കോ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ ഈ ഹോസ്പിറ്റലുകള് നമ്മുടെ ആശുപത്രികളോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനോ എന്ത് ചെയ്യണം? NABല് അപേക്ഷ സമർപ്പിക്കണം. അതാണ് ശരിക്കും എംപാനൽമെന്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ NABല് ഈ പറയുന്ന കോർപ്പറേറ്റുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസോ NABല് അപേക്ഷ സമർപ്പിച്ച് അത് കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്ങും കാര്യങ്ങളും ചെയ്ത് അസസ്മെന്റ് ഒക്കെ നടത്തിയാണ് ഈ CGHSലേക്കോ അല്ലെങ്കിൽ ECHSലേക്കോ അതിനെ ആ ഒരു ഹോസ്പിറ്റലിനെ ആ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുക. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ NABല് എന്ത് ചെയ്യണം? അപേക്ഷ സമർപ്പിക്കണം. അതിനുവേണ്ടി കുറെ QCL നിന്നുള്ളതും അതുപോലെയുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഹോസ്പിറ്റലുകളെ ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കാൻ പ്രാപ്തരായിട്ടുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ മാത്രമേ ഇവർ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുള്ളൂ അല്ലെ? അതുകൊണ്ടാണ് എല്ലാ ഹോസ്പിറ്റലുകളും ഇതിൽ ഉൾപ്പെടാത്തത്. അവർക്ക് ഉറപ്പ് വേണമെങ്കിൽ ഹോസ്പിറ്റല് ഈ പറയുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ അവർക്ക് ആവശ്യമായ എല്ലാ പരിചരണങ്ങളും സർവീസുകളും കൊടുക്കാൻ റെഡി ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ അവരെ CGHSൽ ഉൾപ്പെടുത്തും. ഇനി CGHSൽ നിന്നുള്ള സ്ഥാപനങ്ങൾക്കാണ് ECHSലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? CGHSലേക്കാണ് ആദ്യം അവർ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുക. ആ CGHS ലിസ്റ്റിലുള്ള സ്ഥാപനങ്ങൾക്കാണ് ECHSലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അപ്പൊ ECHS
CGHS-ലേക്ക് ഈ ഒരു CGHS ലിസ്റ്റിലുള്ള ഒരു സ്ഥാപനത്തിന് അപേക്ഷിക്കണമെങ്കിൽ അതും ഇതുപോലെ തന്നെ ലാബിൽ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ഫീസോ അതുപോലെ തന്നെ ഫോമും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതുപോലെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലുകളാവാം, ഐ സെന്ററുകളാവാം, അങ്ങനെയുള്ള എന്തോ ആവാം കേട്ടോ, ഡെന്റൽ ക്ലിനിക് ആവാം, ഡയഗ്നോസ്റ്റിക് ലാബുകളാവാം, അങ്ങനെയുള്ള എന്ത് ഹെൽത്ത് കെയർ മേഖലയിലുള്ള ഏത് സ്ഥാപനത്തിനും എന്ത് ചെയ്യാം, CGHS-ൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ECHS-ലേക്ക് അപേക്ഷിക്കാം. അതിനുവേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കണം, വാലിഡ് ആയിട്ടുള്ള ഓഫീസ് മെമ്മോറാണ്ടങ്ങൾ കൊടുക്കണം, അതുപോലെ 2CL നിന്നുള്ള ഇഷ്യൂഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണം, റിപ്പോർട്ടുകൾ കൊടുക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് വേണം. അതുപോലെ CGHS-ൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, ഇഷ്യൂ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷമാണ് ECHS-ലേക്ക് അവരെ തിരഞ്ഞെടുക്കുക. അപ്പൊ അതാണ് എംപാനൽമെന്റ് ബൈ CGHS, ECHS, കോർപ്പറേറ്റ് എക്സെട്ര എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? ഓക്കെ ആണോ? ആ ഒരു 2 എക്സ്പാൻഡഡ് ഫോം നോക്കി വെക്കണം കേട്ടോ. അതാണ് മിസ് ആദ്യമേ തന്നെ ഇതൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞത്, ചോദിക്കാറുണ്ട് കേട്ടോ. CGHS-ഉം ECHS-ഉം എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. അത് രണ്ടും ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റിലേക്ക് പോവാം. അടുത്തതാണ് കമ്മ്യൂണിറ്റി അവയർനെസ് ആൻഡ് റെസ്പോൺസ്. കമ്മ്യൂണിറ്റി അവയർനെസ് ആൻഡ് റെസ്പോൺസ് പറഞ്ഞാൽ എന്തായിരിക്കും? കമ്മ്യൂണിറ്റിയുടെ ലെവൽ ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. ECHS എന്താണ് ഹസീന ചോദിച്ചത്? ഫുൾ ഫോം ആണോ അതോ എന്താണ് ചോദിച്ചത്? ക്ലിയർ ആയില്ലല്ലോ, ഒന്ന് എഴുതി പറയാം. എക്സ്പാൻഡഡ് ഫോം ആണോ ചോദിച്ചത്? ECHS-ന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് ചോദിച്ചത്. എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം. Ex-serviceman contributory health scheme. Ex-serviceman contributory health scheme. CGHS-നെ കിട്ടിയായിരുന്നോ? എല്ലാവർക്കും കിട്ടിയായിരുന്നോ? CGHS ആണ് ECHS ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെയും മിസ് റിപ്പീറ്റ് ചെയ്തെടുക്കുന്നത്. CGHS-ന് എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ആണ് CGHS കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ഓക്കെ, അടുത്തത് കമ്മ്യൂണിറ്റി അവയർനെസ് ആൻഡ് റെസ്പോൺസ്. കമ്മ്യൂണിറ്റി അവയർനെസ് ആൻഡ് റെസ്പോൺസ് പറഞ്ഞാൽ എന്താ? ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ആവാം അല്ലെ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസോ കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തടയാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി, ആ ഒരു പ്രോബ്ലത്തെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ ഒരു കമ്മ്യൂണിറ്റിക്ക് അതിനെ പറ്റിയുള്ള നോളജും അതുപോലെ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ നടത്താറുണ്ട് അല്ലെ. നടത്താറില്ലേ? പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ അവയർനെസ് പ്രോഗ്രാമുകളിലൊക്കെ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതെ? ആരും ഒരു അവയർനെസ് പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടില്ലേ? അവിടെ എന്താണ് ഒരു കമ്മ്യൂണിറ്റി അവയർനെസ് ആൻഡ് റെസ്പോൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് അവിടെ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ആയിരിക്കും അല്ലെ, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ, അതിനെ ബേസ് ചെയ്തല്ലേ നമ്മൾ അവയർനെസ് കൊടുക്കുന്നത് അല്ലെ. അവയർനെസ് കൊടുക്കുന്നതിനെ ബേസ് ചെയ്തിട്ടല്ലേ. അങ്ങനെ ഒരു അവയർനെസ് കൊടുക്കുക, അതിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം എന്താണോ, ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആയിരിക്കാം നമ്മുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇത് ഓരോ സമയത്തെ അനുസരിച്ചാണ്. ഇന്ന സമയത്ത് ഏതാണോ നിലവില് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റിയിൽ നിൽക്കുന്ന ഡിസീസ് ഏതാണോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഏതാണോ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ കമ്മ്യൂണിറ്റി അവയർനെസ് കൊടുക്കുക അല്ലെ. അതിന് കൃത്യമായിട്ടുള്ള നോളജ് അവരുടെ കിട്ടാൻ, കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻസ് കിട്ടാൻ, അതെ ഹെൽത്ത് എഡ്യൂക്കേഷൻസ് തന്നെയാണ്. ആരോഗ്യപരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു അവയർനെസ് നമ്മൾ കൊടുക്കുകയും അതിൽ നിന്ന് അവരുടെ പ്രതികരണങ്ങൾ, അപ്പൊ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അവയർനെസ് കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ അപ്പൊ അങ്ങനെ ഒരു അവയർനെസ് കിട്ടിയ ആളുകളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് ആ ഒരു നോളജ് അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇപ്പൊ ഒരു കോവിഡ് വന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇതുപോലെയുള്ള അവയർനെസ് ക്ലാസ്സുകളും ഹെൽത്ത് എഡ്യൂക്കേഷൻസ് ഒക്കെ തന്നിരുന്നു അല്ലെ. ഇല്ലേ? അപ്പൊ അതെങ്ങനെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഇനി വരുന്നത് നമുക്ക് എങ്ങനെ അതിനെ നേരിടാം എന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരു അവബോധം ഉണ്ടാവുന്നത് കൊണ്ട്
തന്നെ ഇനി അങ്ങനെ ഒരു രോഗം അല്ലെങ്കിൽ നമുക്ക് നിലവിൽ വന്നാലും അല്ലെങ്കിൽ വരാൻ പോകുകയാണെങ്കിലും അതിനെ നേരിടാനായിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു പ്രതികരണം നമുക്ക് ഇതിലൂടെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന എല്ലാ ആക്ടുകളായിക്കോട്ടെ, ഈ കമ്മ്യൂണിറ്റി അവയർനെസ് ആൻഡ് റെസ്പോൺസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു ഡ്രൈവിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു പ്രധാന പ്രേരക ഘടകമാണ്. കാരണം ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോരോ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ സൊസൈറ്റിയിലെ ഹോസ്പിറ്റലുമായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഓരോ കസ്റ്റമേഴ്സിന്റെയും അല്ലെങ്കിൽ പബ്ലിക്കിന്റെയൊക്കെ ആവശ്യകതകൾ മുന്നിൽ നിർത്തുന്ന അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ് അല്ലെ. സംരക്ഷിക്കണം, ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഉറപ്പുവരുത്തണമെങ്കിൽ ആ സ്ഥാപനം അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ച സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിന് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അവർക്ക് ഉറപ്പ് നൽകാനായിട്ട് അല്ലെങ്കിൽ എന്താണ് സംരക്ഷിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ പറയുന്ന ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഫോർ അക്രഡിറ്റേഷന്റെ ഓരോ പോയിന്റ്സും ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ ഉൾപ്പെടുന്നത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാന്ന് പറഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? അത് ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഫോർ അക്രഡിറ്റേഷൻ എന്ന് ഓരോന്നും എന്താണ് ചോദിക്കില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മിസ് പറഞ്ഞതാണ്. കാരണം കുറെയൊക്കെ ചിലതൊന്നും നിങ്ങൾക്ക് പരിചയമില്ലാത്തത് കൊണ്ട് ഒന്ന് എക്സ്ട്രാ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ അത്? ഓക്കെ, അടുത്തത് വൈ അക്രഡിറ്റേഷൻ. എന്തുകൊണ്ടാണ് എന്തിനാണ് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി പറയുന്നത്. വൈ അക്രഡിറ്റേഷൻ, എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു അക്രഡിറ്റേഷൻ നമ്മൾ കൊടുക്കുന്നത്? ഫസ്റ്റ് വൺ ആണ് എൻഷുറിംഗ് ക്വാളിറ്റി ഇൻഡെക്സ് ഫോർ ഹെൽത്ത് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ്. ആരോഗ്യ ഉപഭോക്താക്കൾക്കായിട്ട് ഒരു ക്വാളിറ്റി ഇൻഡെക്സ്, ഒരു ഗുണനിലവാര സൂചിക നമുക്ക് ഇതിലൂടെ കൊടുക്കാൻ പറ്റും അല്ലെ. ഒരു ക്വാളിറ്റി, ശരിക്കും അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ക്വാളിറ്റി ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ഒരു സൂചിക അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് അവിടെ വരുന്ന ആരോഗ്യപരമായിട്ടുള്ള കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ആരോഗ്യ ഉപഭോക്താക്കൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. And a rising number of hospitals in India are turning to accreditation agencies worldwide to both standardize their protocol and protect their international quality of health care delivery. ഇവിടെ ഒരുപാട് നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് നമ്മുടെ ഇന്ത്യയില് വർദ്ധിച്ചു വരുന്നുണ്ട് അല്ലെ. എന്നാൽ ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും അവരുടെ ആ സ്ഥാപനത്തിൽ കൊടുക്കുന്ന ആരോഗ്യ പരിചരണ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ അന്താരാഷ്ട്ര ക്വാളിറ്റിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ സംരക്ഷിച്ചു നിർത്താനായിട്ട്, അതുപോലെ തന്നെ ആ സ്ഥാപനത്തിലെ അവരുടെ പ്രോട്ടോകോൾസുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് നിലനിർത്താനായിട്ടും ഈ അക്രഡിറ്റേഷൻ ബോഡീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, സമീപിക്കുന്നുണ്ട് അല്ലെ. മുൻപ് കുറച്ച് സ്ഥാപനങ്ങൾക്കായിരുന്നു അക്രഡിറ്റേഷൻ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ നിരവധി സ്ഥാപനങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ച് ആ ഒരു അംഗീകാരം നേടിയെടുക്കുന്നുണ്ട് ഇല്ലേ. ഒരുപാട് ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ തന്നെയും അതിൽ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ഇപ്പോ അക്രഡിറ്റേഷൻ നിലവില് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടല്ലോ. മുൻപത്തെ പോലെ കുറച്ച് നമ്പേഴ്സ് ഒന്നുമല്ല, മിക്ക ഹോസ്പിറ്റലുകളും അതിനുവേണ്ടി കഠിനമായിട്ട് പ്രവർത്തിക്കുകയും അതിലൂടെ അവർക്കൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ക്വാളിറ്റി ആ സ്ഥാപനത്തിന് കൊണ്ടുവരണം. അതുപോലെ തന്നെ അവരുടെ പ്രോട്ടോകോൾസുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരണം. ഇതിനെയൊക്കെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി ഈ പറയുന്ന സ്ഥാപനങ്ങൾ ഒരുപാട് ഇന്ത്യയിലെ ഹോസ്പിറ്റലുകൾ ഉണ്ടായാലും അതിനനുസരിച്ച് അവർ ഈ പറയുന്ന അക്രഡിറ്റേഷൻ ബോർഡുകളെ സമീപിക്കുകയും അംഗീകാരം വാങ്ങിയെടുക്കാനും താല്പര്യം കാണിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തത് അട്രാക്ട് ഫോറിൻ പേഷ്യൻസ്. എന്താ ഫോറിൻ പേഷ്യൻസിനെ, വിദേശ രോഗികളെ ആകർഷിക്കാൻ വേണ്ടി അല്ലെ. ഒരു നല്ല അക്രഡിറ്റേഷൻ ഹോസ്പിറ്റൽ ആണ് എന്ന് അറിയുമ്പോ വിദേശികളെ നമുക്ക് കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കാനായിട്ടൊരു സാധ്യതയുണ്ടല്ലോ അല്ലെ. അവരോട് പറയാം നമുക്ക് അങ്ങനെ ഒരു നല്ല അക്രഡിറ്റേഷൻ, അപ്പൊ അവർ ഇപ്പോഴുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങള് ഇവിടെ നല്ല ക്വാളിറ്റിയിലാണ് ഞങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, സർവീസുകൾ കൊടുക്കുന്നത്, നല്ല ഗുണനിലവാരമാണ് ഇവിടെ നിലനിർത്തുന്നത്, ഞങ്ങൾക്ക് ഇന്ത്യയുടെ അംഗീകാരങ്ങൾ ഇന്ത്യൻ അക്രഡിറ്റേഷൻ ബോർഡുകളിൽ നിന്നും അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ലഭ്യമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമല്ലേ.
എളുപ്പമല്ലേ? ഇപ്പൊ നമുക്ക് ഫോറിൻ ആയിട്ടുള്ള പേഷ്യൻസിനെ, വിദേശ രോഗികളെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് കൂടുതൽ ആകർഷിച്ച് കൊണ്ടുവരാനായിട്ട് അക്രഡിറ്റേഷൻ വഴി സഹായിക്കുന്നുണ്ട്. Then മൂന്നാമത്തത് quality assurance helps improve effectiveness, efficiency and in cost containment and accountability and the need to reduce error and increase safety in the system. ഈ അടുത്ത് എന്താ പറയുന്നത്? ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിലൂടെ എന്തിനൊക്കെയാണ് അവിടെ സഹായകമാകുന്നത്? ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിലൂടെ നമുക്ക് എന്തൊക്കെ സഹായകമാവും? ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യക്ഷമത, അതുപോലെ തന്നെ കാര്യക്ഷമത, ഫലപ്രാപ്തി ആൻഡ് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്, ചിലവ് ചുരുക്കല്, ചിലവ് നിയന്ത്രണം, അതുപോലെ ഉത്തരവാദിത്തം മുതലായ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ മെച്ചപ്പെടുത്തൽ നടത്താൻ പറ്റും? ആ ഒരു സ്ഥാപനത്തിന്റെ കാര്യക്ഷമത നന്നാക്കാൻ പറ്റും, ഫലപ്രാപ്തി നല്ല മികച്ചതാക്കാൻ പറ്റും, ചിലവ് നിയന്ത്രിക്കാൻ പറ്റും, റെഗുലേഷൻ, അതുപോലെ അക്കൗണ്ടബിലിറ്റി, ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട അവരുടെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ need to reduce errors and increase safety in the system. പല പിശകുകളും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അവർ നൽകുന്ന സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട എറേഴ്സ് അല്ലെങ്കിൽ പിശകുകൾ കുറയ്ക്കാനും അവർ നൽകുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ സിസ്റ്റം, അവിടെയുള്ള സംവിധാനങ്ങളുടെ സുരക്ഷ കുറച്ചുകൂടി ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനും നമുക്ക് ഈ ഒരു ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. 4 പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി പറയാം കേട്ടോ. ഒന്നാമത്തേത് എന്താ പറഞ്ഞത്? എൻഷുർ എ ക്വാളിറ്റി ഇൻഡെക്സ് ഫോർ ഹെൽത്ത് കൺസ്യൂമേഴ്സ്. ആരോഗ്യ സേവന ഉപഭോക്താക്കൾക്ക് ഒരു ക്വാളിറ്റിയുമായി അല്ലെങ്കിൽ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ഒരു നല്ല സൂചന അല്ലെങ്കിൽ സൂചകം നൽകാനായിട്ട് നമുക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും അവര് ഈ ഒരു അക്രഡിറ്റേഷൻ ബോർഡുകളെ കൂടുതൽ സമീപിക്കുകയും അവരുടെ സ്ഥാപനത്തിൽ എങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് വേണമെന്നാ പറയുന്നത്, ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ക്വാളിറ്റി ഉറപ്പുവരുത്താനും അങ്ങനെ ഉള്ള ഹെൽത്ത് സർവീസുകൾ വിതരണം ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ പോളിസികൾ അല്ലെങ്കിൽ പ്രോട്ടോകോളുകൾ കൃത്യമായ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാനും അവരുടെ ഉറപ്പുവരുത്താനും വേണ്ടി ഇവർ ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഏജൻസികളെ സമീപിക്കുകയും ഒത്തിരി അക്രഡിറ്റേഷൻ ബോർഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പല ഹോസ്പിറ്റലുകൾക്കും അംഗീകാരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതാ ഒരു ഹെൽത്ത് കൺസ്യൂമേഴ്സിന് ഒരു ക്വാളിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു ഗുണനിലവാര സൂചിക അല്ലെങ്കിൽ സൂചകം ഉറപ്പുവരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടേക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും നമുക്കത് ഉറപ്പ് കൊടുക്കാൻ പറ്റും. നല്ല അക്രഡിറ്റേഷൻ ഉള്ള സ്ഥാപനമാണ്, ഇവിടുത്തെ ക്വാളിറ്റിയുള്ള സർവീസുകളാണ് കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നത് ഈ ഒരു അക്രഡിറ്റേഷൻ വഴി ഒരു ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ ഒരു പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തത്, നമുക്ക് ഫോറിൻ ആയിട്ടുള്ള പേഷ്യൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആകർഷിച്ച് വിദേശ രോഗികളെ നമുക്ക് ഇതിലേക്ക് അക്രഡിറ്റേഷൻ എന്നുള്ളൊരു ബേസിൽ നമുക്ക് ആകർഷിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. മൂന്നാമത് പറഞ്ഞത് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിലൂടെ നമുക്ക് ഒരു സ്ഥാപനത്തിന്റെ കാര്യക്ഷമത, ഫലപ്രാപ്തി, അതുപോലെ ചിലവ് നിയന്ത്രിക്കൽ, ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട അവരുടെ ഉത്തരവാദിത്തങ്ങൾ മുതലായ എല്ലാ കാര്യങ്ങളിലും ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നടത്താൻ പറ്റും. പല സംവിധാനങ്ങളിലെയും പിശകുകൾ മാറ്റി അവിടെ കൊടുക്കുന്ന ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷയിൽ വർധനവുണ്ടാക്കാനും ഈ ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ ആ ഒരു 3 പോയിന്റ്സ്? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് മിസ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഇത്രയും ഭാഗം ഒന്ന് വായിച്ചിട്ട് വന്നേ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ. താങ്ക് യു.